സുഹൃത്തുക്കളെ, നമ്മൾ 27-ാം രാവിൻ്റെ നോമ്പ് തുറക്ക് പോയത് തിരൂർ താഴെപ്പാലത്ത് നിന്ന് കുറ്റിപ്പുറം റോട്ടിലുള്ള സൂഫി മന്തിയിലാണ്. അവിടെ മന്തി മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ ഇഫ്താറിന് വേണ്ടിയ ചെറിയൊരു ഫ്രൂട്ട്സും ചെറുതായിട്ടുള്ളൊരു പൊരിക്കടി ഓരോ വക ഫ്രീ ഉണ്ട്. നമ്മൾ പോകാൻ കുറച്ച് നേരം വൈകി. ഇപ്പോൾ നാട്ടിൽ നിന്ന് വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ പറഞ്ഞാൽ നമ്മളിന്ന് നോമ്പ് തുറക്ക് വേണ്ടിയിട്ട് പോയാലോ എന്ന് സ്നേഹിതന്മാർ പറഞ്ഞപ്പോൾ പോയതാണ്. അങ്ങനെ പോയി തിരൂർ പോയി, അവിടുന്ന് സൂഫി മന്തിയിൽ പോയി. അവിടെ പോയപ്പോഴാണ് 6:20 ആയി. 6:20 ആയപ്പോൾ അവരോട് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ആദ്യം ബുക്ക് ചെയ്തവർക്ക് മാത്രമേ സാധനം ഉണ്ടാവുള്ളൂ. ഞങ്ങൾ പറഞ്ഞു ഇപ്പോൾ 6:20 ആയി, നിങ്ങൾ ചെറുതായിട്ടൊന്ന് നമുക്കുള്ള സെറ്റപ്പ് ചെയ്തു തരണമെന്ന് പറഞ്ഞപ്പോൾ അവർ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് അവിടെ ഒരു മജ്‌ലിസ് തയ്യാറാക്കി തന്നെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അവിടെ ഉള്ളതാ നോമ്പ് തുറക്കുള്ള ഒരു ചെറിയൊരു പൊരിക്കടിയും ഒരു കുറച്ച് ഫ്രൂട്ട്സായിരിക്കും. ഞങ്ങൾ മജ്‌ലിസ് തയ്യാറാക്കി മജ്‌ലിസിൽ കയറി ഇരുന്ന് കൊടുക്കാൻ ഒരു 10 മിനിറ്റ് ഉണ്ടായപ്പോൾ അവിടെ കിടന്ന് ജസ്റ്റ് നേരെ തസ്ബീഹൊക്കെ ചൊല്ലി കുറച്ച് വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് ഫോട്ടോസൊക്കെ എടുത്ത്. സംഭവം ഇവിടെ നല്ല ആളുണ്ട്. രാവിലെ മാത്രമല്ല, ഡെയിലി നല്ല ആളുണ്ടാവും. ഇവിടെ അത്താഴത്തിനും ഒക്കെ ഫുഡ് ഉണ്ട് എന്നാണ് അറിയാൻ പറ്റിയത്. എന്തായാലും ഞങ്ങൾ മന്തിയും അൽഫാമും ഓർഡർ ചെയ്തു. അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് തസ്ബീഹൊക്കെ ചൊല്ലി മൊബൈലിലൊക്കെ കളിച്ചിങ്ങനെ ഇരിക്കുക എല്ലാവരും. നോമ്പ് തുറക്കാനുള്ള സാധനം ആദ്യം തന്നെ കൊടുന്ന് വെച്ച് തന്നേന്ന്. എന്താ കുറച്ച് മുന്തിരി, 4-5 ഈത്തപ്പഴം, കുറച്ച് സമൂസ, 4-5 കഷ്ണം വത്തക്ക, പിന്നെ ഇതായിട്ട് ജ്യൂസ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ അത് ഫ്രീ ആയതിൻ്റെ പേരിൽ അവരത്രേ തന്നിട്ടുള്ളൂ. ഞങ്ങൾ ഏതിലെ നോമ്പ് മുറിക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പോയിട്ട് ഇപ്പോൾ പള്ളിയിലൊന്നും പോകാൻ സമയമില്ല. പോയി വരുമ്പോഴേക്കും ഇവിടെ അവർ ഫുള്ളാവും, നമ്മൾ ഫുഡ് കിട്ടില്ല. അങ്ങനെ ഇവിടെ തന്നെ ഇരുന്ന് അങ്ങനെ വാങ്ങിക്കൊടുത്ത് നോമ്പ് മുറിച്ച് പൊരിക്കടിയും കുറച്ച് ഫ്രൂട്ട്സ് അതിനുള്ളത് തിന്ന്. എന്തായാലും കുഴപ്പമില്ല. മന്തി ആണ് ഞങ്ങൾ ഉദ്ദേശിച്ച് വന്നത്. അതിൻ്റെ കൂടെ ചെറുതായിട്ടൊരു നോമ്പുറക്കുള്ള സാധനം കിട്ടി. അല്ല അങ്ങനെ നോമ്പ് തുറന്ന് കഴിഞ്ഞപ്പോൾ നമ്മളെ സാധനം കിട്ടെത്തി. മന്തി 4 ആൾക്ക്, ഒരു 5-6 ആൾക്കൊക്കെ തിന്നാം ഇത് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ ഇവിടെ അൺലിമിറ്റഡ് ആണ്. ഇവിടെ മന്തി 4 പീസ് ഉണ്ട്. അതൊക്കെ 4 പീസേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഞങ്ങൾ എന്തില്ല ഉഷാറായിട്ട് നോമ്പ് തുറന്ന്. ആർക്കെങ്കിലും നമ്മളെ ഈ തിരൂർ മേഖലയിലുള്ളവർക്ക് ആണെങ്കിൽ കഴിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ പോവാം, സൂഫി മന്തിയിൽ പോവാം. അതായത് നേരത്തെ തന്നെ ബുക്ക് ചെയ്തോ, എന്നിട്ട് പോകുന്നത് നല്ല. അല്ലെങ്കിൽ കുറച്ച് നേരത്തെ പോകണം. ഞങ്ങൾ നേരം വൈകിട്ടാണ് പോയത്. എപ്പല്ലേ റാഹത്തായി. മന്തിനെ കൊന്നര മന്തിനെ കൊല്ലല.